ഓഷോ, എന്നു മുതലാണ് ഞാൻ ആ സുഗന്ധത്തിന് പിറകെ സഞ്ചരിച്ചു തുടങ്ങിയത്? എന്നാണ് ഞാൻ ആദ്യമായി ആ മഴവില്ലിനെ കണ്ട് മോഹിച്ചത്? ആ പുഴയുടെ പാട്ട് കേട്ടത്, നിലാവിൻ്റെ സ്പർശമറിഞ്ഞത്, മഴത്തുള്ളിയുടെ തണുപ്പറിഞ്ഞത്, മഞ്ഞുതരികൾ ശിരസിൽ ചൂടിയത് ഓർമ്മയില്ല. എന്നോ എപ്പോഴോ. അതെ, എന്നോ എപ്പോഴോ മോഹൻലാൽ ഓഷോ എന്ന പൂമരത്തിൽ കൂടുവച്ചു. വസന്തം മാത്രമുള്ള വൃക്ഷത്തിൻ്റെ ഭാഗമായി. അന്നേരം ഓഷോ പറഞ്ഞു, വേവലാതികൾ വേണ്ട, വിദൂരമായ നക്ഷത്രത്തെ ലക്ഷ്യം വയ്ക്കുക, അഭിരാമമായ യാത്ര തുടരുക. ഒരില പോലെ മോഹൻലാലും കാലപ്രവാഹത്തിൽ ഒഴുകാൻ തുടങ്ങി. പ്രേമത്തെ സകല ചരാചരങ്ങളിലേക്കും തുറന്നു. ഏതോ ഒരു ഏകാന്ത രാത്രിയിൽ ഞാൻ കേട്ടു ഓഷോ പറയുന്നത്, പ്രേമം ഒരു പക്ഷിയാകുന്നു. അത് സ്വതന്ത്രമാകാൻ ഇഷ്ടപ്പെടുന്നു. അതിനെ നിങ്ങൾക്ക് കൂട്ടിലടയ്ക്കാൻ കഴിയില്ല. കൂട്ടിലകപ്പെട്ട പക്ഷിയും തുറന്ന ആകാശത്തിലെ പക്ഷിയും ഒരുപോലെയല്ല. തുറന്ന ആകാശത്തിലെ പക്ഷിക്ക് മേഘങ്ങളിൽ ചിറക് വിരിച്ച് പറക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആനന്ദവും. കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിക്ക് ആകാശമില്ല, സ്വാതന്ത്ര്യവുമില്ല, ആനന്ദവുമില്ല. പ്രേമം ഒരു പക്ഷിയാണ്. ഏകാന്തതയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അനുഭവങ്ങൾ മോഹൻലാൽ എഴുതുകയാണ്. ഓഷോവിലൂടെ തന്നെ പകരുകയാണ്. തനിച്ചിരിക്കാൻ ഏറ്റവും അധികം ഇഷ്ടമുള്ള ആളാണ് ഞാൻ. ആൾക്കൂട്ടത്തിന് നടുവിലും ഞാൻ തനിച്ചിരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ സത്തയിലേക്ക് നോക്കുന്നു, എന്നെ തന്നെ കണ്ടെത്തുന്നു. അങ്ങനെ തനിച്ചിരിക്കുമ്പോൾ എന്നിൽ വസന്തങ്ങൾ സംഭവിക്കുന്നു. ഇതാ ഉള്ളം തൊട്ട ഉറവ. ഒറ്റപ്പെടലിലേക്ക്, ഏകാന്തതയിലേക്ക്, സങ്കടങ്ങളിലേക്ക് പതിക്കുന്ന ഓരോ കുടുംബത്തിനും നമുക്കോരോരുത്തർക്കുമായി പ്രിയപ്പെട്ട മോഹൻലാൽ സമ്മാനിക്കുന്ന ആനന്ദത്തിൻ്റെ കുറിപ്പടി. ഇന്നു മുതൽ ഗൃഹലക്ഷ്മിയിലൂടെ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.